ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് NIT-യിലെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ നടന്ന അധിക്ഷേപത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ പരിപാടികൾ. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടികൾ. തിരുവസന്തം 1500 എന്ന പ്രമേയത്തിൽ അന്താരാഷ്ട്ര മിലാദ് സമ്മേളനം സെപ്റ്റംബർ 13 കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് NIT-യിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകും. ആവശ്യമെങ്കിൽ പ്രദേശത്ത് GPR പരിശോധന നടത്തുമെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. താമരശ്ശേരി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നിർദ്ദേശപ്രകാരം NIT-യിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. NIT സിവിൽ വിഭാഗം പ്രൊഫസർ സന്തോഷ് G തമ്പി, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ പ്രദീക് നേക്കി, അനിൽകുമാർ, റിസർച്ച് ഫെലോ മനു ജോർജ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും ദൃശ്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള റിയൽ ടൈം കൈനമാറ്റിക് സർവേയിലൂടെ സംഘം ശേഖരിച്ചു. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രിമാന ദൃശ്യങ്ങളിലൂടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മണ്ണിടിച്ചിൽ സാധ്യത, ഭൂമിയുടെ സ്വഭാവം, ആഘാത സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഡോക്ടർ സന്തോഷ് G തമ്പി പറഞ്ഞു. ഇനിയും പാറ ഇടിയാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകും. പരിശോധനാ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ പ്രദേശത്ത് GPR പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 26-നാണ് താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായത്. തുടർന്ന് ദിവസങ്ങളോളം ചുരത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ M രേഖ, PWD NH വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV സുജീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിതിൽ ലക്ഷ്മണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ M സലീം, ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ M രാജീവ്, ഹസാർഡ് അനലിസ്റ്റ് P അശ്വതി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ നടന്ന CPM അധിക്ഷേപത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. മുസ്ലിം ലീഗ് മടവൂർ ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. വ്യക്തിഹത്യ നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനാ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുന്നമംഗലം പെരുവയൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി PM അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് മാവൂർ പോലീസ് സ്റ്റേഷനിലേക്കും പ്രതിഷേധ മാർച്ചും തുടർന്ന് പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത്. കുന്നമംഗലം, പെരുവയൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്ന പ്രതിഷേധ മാർച്ച് മാവൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി PM അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഒരുപാട് ക്രൂരരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് മേധാവികളെ അവരുടെ ചരിത്രം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിലെ നാളുകളില് പോലീസ് സേനകളിൽ ചില ഭാഗത്തു നിന്നൊക്കെ ക്രൂരമായ അഴിഞ്ഞാട്ടവും മർദ്ദനങ്ങളും ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കേരളത്തിലെ പോലീസ് നമ്മളൊക്കെ ധരിച്ചത് ജനാധിപത്യത്തിന്റെ ഭാഗമായ ജനകീയവൽക്കരിക്കപ്പെട്ട പോലീസാണെന്നാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിലും നമുക്ക് ജനമൈത്രി പോലീസിന്റെ ബോർഡുകളുണ്ട്. പക്ഷെ ഈ ജനമൈത്രി പോലീസിന്റെ ബോർഡ് വെച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ, എല്ലാവരും തന്നെ നമ്മൾ പറയുന്നില്ല, പോലീസിൽ അതിസമർത്ഥരായ മിടുക്കന്മാരായ നീതിബോധമുള്ള ഒട്ടേറെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കെതിരായിട്ടല്ല ഈ സമരം. കുന്നമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷനായിരുന്നു. രവികുമാർ പനോളി, CM സദാശിവൻ, VC സേതുമാധവൻ, KM അപ്പു കുഞ്ഞൻ, VS രഞ്ജിത്ത്, അനീഷ് പാലാട്ട് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. തിരുവസന്തം 1500 എന്ന പ്രമേയത്തിൽ മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മിലാദ് സമ്മേളനം സെപ്റ്റംബർ 13 കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയെ കൂടുതൽ അറിയാനും പ്രവാചക പ്രകീർത്തന വൈവിധ്യം ആസ്വദിക്കാനുമുള്ള വേദിയാകും സമ്മേളനം. മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഒരു മിലാദ് കോൺഫറൻസ് 13-ാം തീയതി ശനിയാഴ്ച 4 മണി മുതൽ 10 മണി വരെ നടക്കുകയാണ്. എവിടെയും നാം കേൾക്കുന്ന വാർത്തകൾ മദ്യപാനവും ലഹരി ഉപയോഗവും കൊണ്ട് ധർമ്മബോധം നഷ്ടപ്പെടുന്ന പുതിയ തലമുറകൾ രാഷ്ട്രത്തിലെ സകല ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കുന്ന ഈ സാഹചര്യങ്ങളെ നേരിടാൻ എന്താണ് വഴി? മർക്കസ് കാണുന്ന പരിഹാരം സ്നേഹത്തിൻ്റെ ഗീതങ്ങൾ പാടിയ വലിയ മനുഷ്യരെ കുറിച്ച് യുവസമൂഹത്തിന് കേൾപ്പിച്ചു കൊടുക്കുക. സമ്മേളനം പൊലിമ വിളംബരം ചെയ്ത് ശനിയാഴ്ച വൈകിട്ട് നഗരത്തിൽ 1500 കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ഘോഷയാത്ര നടക്കും. വൈകുന്നേരം ബുർദ പാരായണത്തോടെ പൊതുസമ്മേളനത്തിന് തുടക്കമാകും. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും. സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മർക്കസ് ഡയറക്ടർ ജനറൽ C മുഹമ്മദ് ഫൈസി അധ്യക്ഷനാകും. മിലാദ് സമ്മേളനത്തിന്റെ മുഖ്യ ആകർഷകങ്ങളിലൊന്നായ അൽ ഹുബ് അന്താരാഷ്ട്ര മൗലീദ് ട്രൂപ്പിന്റെ പ്രകടനം വൈകുന്നേരം 7:40 അരങ്ങേറും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വാർഷിക മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ മർക്കസ് ഡയറക്ടർ ജനറൽ C മുഹമ്മദ് ഫൈസി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, മിലാദ് സമ്മേളനം സ്വാഗത സംഘം കൺവീനർ P മുഹമ്മദ് യൂസുഫ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജോയിന്റ് ഡയറക്ടർ ഷമീം KK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream. Friends in that thing flavors. വിസ്മയം തീർക്കുവാൻ പൊന്നിന്റെ
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മനുഷ്യാവകാശ സംരക്ഷണ സമിതി കോഴിക്കോട് ജില്ലാ കൗൺസിൽ യോഗം ചേർന്നു. ദേശീയ ജനസമ്പർക്ക വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ കോഴിക്കോട് ജില്ലാ കൗൺസിൽ യോഗം ദേശീയ ജനസമ്പർക്ക വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. എവിടെ നോക്കിയാലും പോലീസിന്റെ അഴിഞ്ഞാട്ടമാണ്. സർവത്ര അഴിമതികളാണ് കാണുന്നത്. നമ്മൾ രാഷ്ട്രീയം ഇല്ലാത്തൊരു സംഘടനയാണത്. ഈ സംഘടനക്ക് രാഷ്ട്രീയമേ ഇല്ല, സ്വതന്ത്രമാണ്, എല്ലാവരും ഉണ്ട് ഇതിൽ. അപ്പൊ നമ്മളെ ആവശ്യം നേരത്തെ സെക്രട്ടറി പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ മനുഷ്യന്മാരെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഈ സംഘടന സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം ഈ സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് E മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SK രാജേഷ് ഗുരുക്കൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റിട്ടയർഡ് നേവി ക്യാപ്റ്റൻ K ഗോപാലൻ, K പ്രേംകുമാർ, K ശോഭന, വേലായുധൻ, RK, T തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. OK മനോജ്, യൂസഫ് അലി PM തുടങ്ങിയവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ അവസാനം ജില്ലാ സമ്മേളനം നടത്തുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിറാക്കിൾ ഷെൽട്ടർ ഹോമിലെ കരുതലിന് വിട നൽകി ഡോക്ടർ മോഹൻദാസ് പുതിയ ജീവിതത്തിലേക്ക്. അവശനിലയിൽ കഴിഞ്ഞ ഡോക്ടർ മോഹൻദാസ് ഷെൽട്ടർ ഹോമിലെ പരിചരണത്തിനു ശേഷം ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്നാണ് സ്വന്തം മേഖലയിലേക്ക് മടങ്ങുന്നത്. ഒരു കാലത്ത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ അവശനിലയിൽ കഴിയേണ്ടി വന്ന ആയുർവേദ ഡോക്ടർ മോഹൻദാസ് മിറാക്കിൾ ഷെൽട്ടർ ഹോം നൽകിയ കരുതലിലൂടെയും പരിചരണത്തിലൂടെയുമാണ് ആരോഗ്യം വീണ്ടെടുത്തത്. ആരോഗ്യം വീണ്ടെടുത്ത അദ്ദേഹം കോട്ടയ്ക്കൽ ആയുർവേദ കൂമ്പാറ ക്ലിനിക്കിലേക്ക് യാത്ര തിരിച്ചു. അവശനിലയിൽ കഴിയുന്ന വേളയിൽ ഷെൽട്ടർ ഹോം അധികൃതർ ഭക്ഷണവും വെള്ളവും മരുന്നും പ്രഥമ ശുശ്രൂഷയും അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇത്രയും കാലം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഞാൻ ഏത് രീതിയിൽ നന്ദി പറയണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈ ആദരവിന് ഞാൻ യോഗ്യനാണോ എന്ന് പോലും എനിക്കറിയില്ല. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ഭക്ഷണവും മരുന്നും നൽകി കുടുംബത്തെ കണ്ടെത്തി മക്കളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് മിറാക്കിൾ ഷെൽട്ടർ ഹോമിന്റെ പ്രധാന ദൗത്യം. കിടപ്പ് രോഗികൾക്ക് മുൻഗണന നൽകിയാണ് ഷെൽട്ടർ ഹോമിന്റെ പ്രവർത്തനങ്ങൾ. നമുക്ക് ഒരു അച്ഛന്റെ സ്ഥാനത്ത് തന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. നമ്മളെടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ടെങ്കിൽ കൂടെ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പരിപാടികൾ നമ്മൾ പറഞ്ഞെന്താ വെച്ചാല് അച്ഛൻ എത്രയും വേഗം ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്തിട്ട് അച്ഛന്റെ പഴയ ജോലി തുടരുന്നത് കാണണമെന്നായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് ദൈവം സാധിച്ചു വന്നു. വളരെയധികം സന്തോഷം. യാത്രയപ്പ് ചടങ്ങിൽ റിട്ടയർഡ് അധ്യാപിക ലീന ഡോക്ടർ മോഹൻദാസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി ഷബീർ അലി, മാനേജർ ധന്യ, എക്സിക്യൂട്ടീവ് അംഗം മുസ്തഫ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വനിതാ കബഡി മത്സരത്തിൽ ഗജമുഖ കണ്ണഞ്ചേരി ജേതാക്കളായി. ഗുരുവായൂരപ്പൻ കോളേജിനെ പരാജയപ്പെടുത്തിയാണ് ഗജമുഖ കിരീടം ചൂടിയത്. കോഴിക്കോട് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി നടത്തിയ ജില്ലാ വനിതാ കബഡി മത്സരത്തിൽ ഗുരുവായൂരപ്പൻ കോളേജിനെ പരാജയപ്പെടുത്തി ഗജമുഖ കണ്ണഞ്ചേരി കിരീടം നേടി. മത്സരത്തിന് ശേഷം നടന്ന ചടങ്ങിൽ സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ D അനിൽകുമാർ ട്രോഫികൾ വിതരണം ചെയ്തു. ജില്ലാ കൺവീനർ V പത്മനാഭൻ, ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റി അംഗം ജിനേഷ് പട്ടേരി, സംസ്ഥാന ടെക്നിക്കൽ കമ്മിറ്റി അംഗം BN ആശിഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്. വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ. ടേസ്റ്റി ചായ ഈസിയായി. Bobby Chemanur International Jeweler. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ പാരാസിറ്റിംഗ് വോളിബോൾ മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് മെമന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ മത്സരത്തിൽ ടീമിനെ പങ്കെടുപ്പിച്ചവർക്കും ആദരമൊരുക്കി. കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയിൽ വെച്ച് നടന്ന സർട്ടിഫിക്കറ്റ് വിതരണ യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രമോദ് കുമാർ, സജീവൻ, ലാലു മഹേഷ്, നിഷാദ് സിൽവർമൂൺ, തച്ചിലോട്ട് നാരായണൻ തുടങ്ങിയവരും സംസാരിച്ചു. മത്സരാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും മെമന്റോയും ഡോക്ടർ സുരേഷ് പുത്തലത്ത്, തച്ചിലോട്ട് നാരായണൻ, ഡോക്ടർ പ്രമോദ് കുമാർ, സജീവൻ എന്നിവർ വിതരണം ചെയ്തു. ഈറോഡില് നാഷണൽ ഗെയിംസിന് പോയ സമയത്ത് എല്ലാ സഹായവും ചെയ്തു തന്നത് സുരേഷ് സാറ്, അഖിൽ സാറ്, ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ പോകാൻ കഴിയില്ല, ഒരിക്കലും പോകാൻ കഴിയില്ല ലോകത്തില്. അപ്പൊ സ്വന്തം ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെയാണ് നമ്മൾ അഖിൽ സാറ് ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പ്രത്യേകം നന്ദി എന്റെയും ഞങ്ങളുടെ ടീമിന്റെയും അറിയിക്കുകയാണ്. ഈറോഡിൽ വെച്ച് നടന്ന നാഷണൽ പാരാസിറ്റിംഗ് വോളിബോൾ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ നേതൃത്വം നൽകിയ ഡോക്ടർ സുരേഷ് പുത്തലത്തിനെയും പരിപാടിയുടെ കൺവീനറായി പ്രവർത്തിച്ച അഖിൽ പാറക്കോട്ടിനെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ സൗജന്യ മന്ദരോഗ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകരും അസോസിയേഷൻ ഭാരവാഹികളും നേതൃത്വം നൽകി. സ്വരലയം റെസിഡൻസ് അസോസിയേഷനും ആരോഗ്യ വകുപ്പ് കോഴിക്കോട് വെക്ടർ കൺട്രോൾ യൂണിറ്റും സംയുക്തമായി സൗജന്യ മന്ദരോഗ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചടങ്ങ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യൂലസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ നമ്മളുടെ ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ ആ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് 6-7 മാസങ്ങളോളം തങ്ങി നിൽക്കുകയും നമ്മളുടെ അസുഖം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അറിയാതെ നമുക്ക് കാലങ്ങൾ കഴിഞ്ഞ് നമുക്ക് രോഗം പ്രത്യക്ഷപ്പെടുകയും എന്ന ഘട്ടത്തിൽ നമുക്ക് മുൻകൂട്ടി അറിയുന്ന ഒരു പരിശോധനയാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത്. ക്യാമ്പിൽ ഹെൽത്ത് സൂപ്പർവൈസർ രമേശ് VS ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വെള്ളപ്പാലി ഷൈനേഷ്, ആശാ വർക്കർ ശ്രീലത, അജീഷ്, ശ്രീജ, പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷൈജു, ജയജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാലിക്കറ്റ് ലോക്കൽ ഓർഗനൈസേഷന്റെ JCI വീക്ക് പരിപാടികൾക്ക് തുടക്കമായി. ഉദ്ഘാടനം JCI ഇന്ത്യ നാഷണൽ ഡയറക്ടർ മാനേജ്മെന്റ് രാകേഷ് നായർ പതാക ഉയർത്തിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് ആമിർ സുഹേൽ, സോൺ ഡയറക്ടർ ബിസിനസ് നിതിൻ ബാബു, സെക്രട്ടറി ശ്രുതി കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. JCI വീക്ക് കോർഡിനേറ്റർ നിഖിൽ വിശ്വനാഥ്, ഡേ കോർഡിനേറ്റർ
ആകാശ് എന്നിവരും പങ്കെടുത്തു. 7 ദിവസത്തെ പരിപാടികളുടെ ഭാഗമായി വൈകിട്ട് ബീച്ചിൽ SPC ജൂനിയർ JC വിങ്ങിന്റെയും ഗവൺമെന്റ് മോഡൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ആന്റി ഡ്രഗ് അവയർനെസ് ഫ്ലാഷ് മോബും ക്ലബ്ബ് കാലിസ്തനിക്സിന്റെ സഹകരണത്തോടെ വാക്കത്തോണും നടന്നു. വൈകിട്ടത്തെ പരിപാടികൾ JCA സെനറ്റർ ജമീൽ സെയ്ത്ത് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് NITയിലെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. സമസ്ത മുഷാവറ അംഗം വഹാബുദ്ദീൻ നദ്വിക്കെതിരെ നടന്ന അധിക്ഷേപത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ പരിപാടികൾ. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടികൾ. തിരുവസന്തം 1500 എന്ന പ്രമേയത്തിൽ അന്താരാഷ്ട്ര മിലാദ് സമ്മേളനം സെപ്റ്റംബർ 13 കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.